ദൈവത്തിൻ്റെ സന്ദേശവാഹകരാകാൻ നമുക്ക് പറ്റുമോ? മറ്റുള്ളവരുടെ സംസാരത്തിലും മറ്റുള്ളവരുമായി സമയം ചെലവഴിക്കുമ്പോഴും ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അവരുടെ ജീവിതത്തിൽ കുറച്ചുകൂടി തെളിച്ചം കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ സംഭാഷണങ്ങൾക്ക്, നമ്മുടെ ഇടപഴകലുകൾക്ക്, നമ്മുടെ പ്രവൃത്തികൾക്ക്. ഇന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം വായിച്ചു കേൾക്കുക. ഗബ്രിയേൽ ദൂതൻ ദൈവത്തിൻ്റെ സന്ദേശം, ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് പരിശുദ്ധ കന്യാമറിയത്തോട് പറയുന്ന വചനഭാഗമാണ്. എങ്ങനെ മറ്റുള്ളവരോട് സംഭാഷണത്തിൽ ഏർപ്പെടണം, എങ്ങനെ മറ്റുള്ളവരോട് ഇടപഴകണം എന്നൊക്കെ പഠിക്കാൻ പറ്റിയൊരു വചനഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഗബ്രിയേൽ ദൂതൻ വന്ന് ആദ്യം മറിയത്തോട് പറയുന്നൊരു കാര്യമുണ്ട്: ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോട് കൂടെ. നമ്മുടെ സഹോദരങ്ങളോട് ഇടപഴകുമ്പോൾ അവരിൽ ദൈവ സാന്നിധ്യം ഉണ്ട്, അവരിൽ ദൈവം വസിക്കുന്നുണ്ട്, അവർ ദൈവത്തിൻ്റെ മക്കളാണ്, അവരും ദൈവപരിപാലനയിലാണ് യാത്ര ചെയ്യുന്നത് എന്നൊരു ചിന്തയോടുകൂടി അവർ ഇടപഴകണം. അല്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ചിന്ത മാനുഷികമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്: അവനെക്കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അവൻ എൻ്റെ അത്ര ഒന്നും ഇല്ലല്ലോ എന്ന് കരുതി എന്നേക്കാൾ വില കുറഞ്ഞോ, എന്നേക്കാൾ കഴിവ് കുറഞ്ഞോ, എന്നേക്കാൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന അങ്ങനെയല്ല മനുഷ്യരെ കാണേണ്ടത്. ഇവിടെ ദൂതൻ എങ്ങനെയാണ് പരിശുദ്ധ കന്യാമറിയത്തെ കണ്ടത്? ദൂതൻ 28-ാമത്തെ വചനം, ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു: ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോട്. ദൈവം അവളുടെ കൂടെയുണ്ട് എന്നൊരു ബോധ്യത്തിൽ അവളോട് സംസാരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ മാറ്റേണ്ടത്, മറ്റുള്ള ആരോട് ഇടപെട്ടാലും അവരെന്നേക്കാൾ കുറച്ചുകൂടി നല്ല മനുഷ്യരാണ്, എന്നെക്കുറിച്ച് സ്നേഹമുള്ളവരാണ്, അവർ സ്നേഹത്തിനും ബഹുമാനത്തിനും അർഹരാണ് എന്ന രീതിയിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇടപെടുക. അല്ലാതെ ഒരിക്കലും ഒരാളുടെ വില കുറച്ച് കാണരുത്. കാരണം നമ്മളെല്ലാവരും സൃഷ്ടിക്കപ്പെടുന്നത് ദൈവത്താലാണ്. നമുക്കെല്ലാവർക്കും ഒരേ മഹത്വമാണുള്ളത് ദൈവത്തിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ. അതുകൊണ്ട് അവരോട് കുറച്ചുകൂടെ ബഹുമാനത്തോടെ നമുക്ക് ആദ്യ സംസാരത്തിൽ തന്നെ ഇടപെടാൻ സാധിക്കട്ടെ. ഈ ദൂതൻ്റെ സംസാരം കേട്ടിട്ട് പരിശുദ്ധ കന്യാമറിയം അസ്വസ്ഥപ്പെടുന്നുണ്ട്, വ്യാകുലയാകുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് പറ്റാത്തൊരു അവസ്ഥയിലോട്ട് ആ അമ്മ മാറുന്നുണ്ട്. അപ്പോൾ 30-ാമത്തെ വചനത്തിൽ ദൂതൻ പറയുന്നുണ്ട്: മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന സന്ദേശം ഇതാണ്. മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാകുമ്പോൾ, വേദന ഉണ്ടാകുമ്പോൾ, കഷ്ടപ്പാടുണ്ടാകുമ്പോൾ, ദുരിതം ഉണ്ടാകുമ്പോൾ അവരോട് പറയണം: പേടിക്കേണ്ട നീ, ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട നീ, ദൈവത്തിൻ്റെ കൃപയുണ്ട്, മുന്നോട്ട് പോകാൻ പറ്റും, ദൈവം പരിപാലിക്കും, ദൈവം സംരക്ഷിക്കും. അങ്ങനെ ആശ്വസിക്കുന്ന കരങ്ങളാകാൻ പറ്റുമോ? ആശ്വാസം നൽകുന്ന വാക്കുകൾ കൊടുക്കാൻ പറ്റുമോ? ആശ്വസിപ്പിക്കുന്ന രീതിയിൽ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റുമോ? കാരണം ഇന്നത്തെ ലോകം ഇങ്ങനെ ആകുലചിത്തരായി മുന്നോട്ട് പോകുമ്പോൾ അവരെല്ലാം തേടുന്നത് ആശ്വാസമാണ്. അവർക്ക് ആശ്വാസം വേണ്ടത്. ആശ്വസിപ്പിക്കാൻ പറ്റുമോ? ആശ്വസിപ്പിക്കുന്ന കരങ്ങൾ, ആശ്വസിപ്പിക്കുന്ന സ്ഥലങ്ങൾ, ആശ്വസിപ്പിക്കുന്ന മനുഷ്യർ, അവർക്ക് വളരെ പ്രാധാന്യമുണ്ട് മറ്റുള്ളവരുടെ ഇടയിൽ. ഈ ദൂതനെ പോലെ നമുക്കും പരിശുദ്ധ കന്യാമറിയത്തെ എങ്ങനെയാണോ ആ ദൂതൻ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തിയത്, അതുപോലെ ബലപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ. അതിനുശേഷം ദൂതൻ പറയുന്നത് എന്താ? ഭാവിയിൽ നടക്കാൻ പോകുന്ന വലിയൊരു കാര്യത്തെക്കുറിച്ച് പറയുക. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. ഏറ്റവും വലിയൊരു കാര്യം നടക്കാൻ പോവുകയാണ്, ഭാവിയിൽ നടക്കാൻ പോവുകയാണ്. പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോകാൻ ഓർമ്മിക്കുക. ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് ഓരോരുത്തരും പറഞ്ഞു കൊടുക്കണം. ഇന്ന് നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കരുത്. ദൈവത്തിന് നിന്നോട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ദൈവത്തിൻ്റെ മകന് ജന്മം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയൊരു ഭാഗ്യം ഭൂമിയിൽ കിട്ടാറുണ്ടോ? ദൂതൻ പറയുകയാണ്, അത് നിന്നോട് സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ ബലപ്പെടുത്താൻ ചെയ്യുന്ന കാര്യം ഇതാണ്. ഭാവിയിൽ നടക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വലിയ പദ്ധതികളെക്കുറിച്ച് അവരെ ഒരുക്കുക, സംഭവിക്കുമെന്ന് പറയുക, ബലപ്പെടുത്തി മുന്നോട്ട് പോവുക. ആത്യന്തികമായി അവസാനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാണ്: ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് പറയുക. ദൈവവിശ്വാസമുള്ളവരായി മാറ്റുക, ദൈവവിശ്വാസം കൊടുക്കുന്നവരായി മാറുക. നമ്മുടെ സംഭാഷണം കഴിയുമ്പോൾ, നമ്മുടെ ഇടപെടലുകൾ കഴിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആളുകൾ കുറച്ചുകൂടി ദൈവവിശ്വാസത്തോട് വരുന്നുണ്ടോ? ദൈവത്തെ അറിയുന്നുണ്ടോ? ദൈവത്തെ മനസ്സിലാക്കുന്നുണ്ടോ? അവനിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ? ദൂതൻ നമുക്കൊരു മാതൃകയാണ്. ദൈവത്തിൻ്റെ സന്ദേശവുമായിട്ട് ഐക്യപ്പെട്ട ദൂതന്മാരാണ് നമ്മളെല്ലാവരും. മനുഷ്യരുടെ ബുദ്ധിമുട്ടുകളിലും ക്ലേശങ്ങളിലും ദുരിതങ്ങളിലും ദൈവ സന്ദേശം നൽകുന്ന നല്ല ദൂതന്മാരായി നമുക്ക് മാറാൻ സാധിക്കട്ടെ. ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം സൃഷ്ടിച്ച എല്ലാ മനുഷ്യരെയും സ്നേഹത്തോടെ ബഹുമാനത്തോടെ കാണാം.
അസ്വസ്ഥപ്പെടുന്ന മനുഷ്യർക്ക് ആശ്വാസമായി മാറാം. ഭാവിയിൽ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന വലിയ കാര്യങ്ങളെക്കുറിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കാം. ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് കരുത്തും ബലവുമാകാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.